ഹലോ, ഇന്ന് ഞാനൊരു പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. 10 മിനിറ്റിലാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് സീബ്ര പുഡിങ് അല്ലെങ്കിൽ മാർബിൾ പുഡിങ് എന്നൊക്കെ പറയും. ബ്രെഡ് കൊണ്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൊക്കോ പൗഡർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. പിന്നെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയുടെ പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം. പിന്നെ വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ കട്ട് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ, സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിന് മുന്നേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. നേരത്തെ നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്ന് ഒരു 1/2 കപ്പ് പാല് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ബ്രെഡും പാലും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പാലും ബ്രെഡും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതേസമയം ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. രണ്ടും ഒരേ സമയത്താണ് വെക്കേണ്ടത്. അപ്പോൾ ഇതാ പാലും ബ്രെഡും കൂടിയിട്ടുള്ളത് അങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. നമ്മളുടെ ചൈന ഗ്രാസ് ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാലിൻ്റെയും ബ്രെഡിൻ്റെയും മിക്സിലേക്ക് ചൈന ഗ്രാസ് അരിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിത് നന്നായിട്ട് കയ്യിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് അരിപ്പയിലൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ചൈന ഗ്രാസ് എത്തണം. അതിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാം. 2 ബൗളിലേക്ക് ഒരേപോലെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒന്നിൽ നമുക്ക് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ചേർക്കണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഒരേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചൂടോടുക്കനെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ടയാവും പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി വരും കേട്ടോ. ഗ്രേറ്റ് ചെയ്തത് കാരണം പെട്ടെന്ന് മെൽറ്റായി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ചൂടോടുക്കനെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരേ അളവിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഓരോ കയ്യിൽ സെയിം ആയിട്ടുള്ള കയ്യിൽ വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഒഴിക്കുമ്പോൾ അങ്ങനെ താഴ്ത്തി ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മിക്സായി പോവും. അപ്പോൾ ഇത് മുഴുവനും ഇതേപോലെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തു. മിക്സ് ആവാതെ ഇളകാൻ പാടില്ല കേട്ടോ. അത് ഇളകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി മിക്സായി പോവും. അതുകൊണ്ട് തീരെ ഇളക്കാതെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം നമ്മുടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇനി ഇത് ഇളക്കരുത്, അവിടെ ഇരുന്നോട്ടെ. കുറച്ച് സമയം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. ഞാനിവിടെ ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ, കാരണം ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രി മുഴുവൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു 10 മണി ആയപ്പോഴാണ് ഇത് എടുത്തപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പതുക്കെ സൈഡൊക്കെ ഒന്ന് കത്തിയോണ്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റിയത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സീബ്ര പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. കട്ട് ചെയ്തതിന് ശേഷമുള്ള ലുക്കാണിത് കേട്ടോ. അപ്പം നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്, പുഡിങ്ങിൻ്റെ അതേ ടെക്സ്ചറായിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ? അപ്പോൾ കഴിക്കാൻ അതിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.